ജെറമ്യ 30:17 ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും, കർത്താവ് അരുളിച്ചെയ്യുന്നു. ഈ വചനം ശരിക്കും ആത്മഹത്യ എന്ന ചിന്തയുള്ള ആളുകൾക്കും അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ആളുകൾക്കും വേണ്ടിയിട്ടുള്ളൊരു വചനമാണ്. ഈ ആത്മഹത്യ എന്ന ചിന്ത തന്നെ പൈശാചികമായിട്ടുള്ള ചിന്തയാണ്, അതൊരിക്കലും ദൈവികമായിട്ടുള്ള ചിന്തയല്ല. ദൈവം നമുക്ക് തന്നേക്കുന്ന ജീവിതം ഒരിക്കലും നശിപ്പിച്ചു കളയാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. മറിച്ച് ദൈവികമായിട്ടുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ആ ജീവിതം തന്നേക്കണേ. ഞാനും പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആത്മഹത്യ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ട് അവിടെ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. ഇപ്പോൾ ദൈവത്തിൻ്റെ ആ കരുണ കൊണ്ട് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഞാൻ ഈ വചനം നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. നാളെ ഞാൻ എങ്ങനെയാവുന്നൊന്നും എനിക്കറിയില്ല. ഇത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരോഗ്യം നഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആത്മഹത്യ ചിന്തയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മുഖം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ വചനം റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവരിലുള്ള ഈ ചിന്ത മാറിപ്പോകുന്ന കാണാൻ പറ്റും.